നമ്മൾ പറയാൻ പോകുന്നത് ഏരിയ വെലോസിറ്റി റിലേഷനാണ്. ഏരിയയും വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ. ഇപ്പം എന്തിൻ്റെ ഏരിയയാണ്? പാസേജിൻ്റെ ഏരിയയാണ് നമുക്ക് പറയാം. ഏരിയ വെലോസിറ്റി റിലേഷൻ യൂസിങ് 1D അപ്രോക്സിമേഷൻ. ഏരിയ വെലോസിറ്റി റിലേഷൻ, ഏരിയയും വെലോസിറ്റി തമ്മിൽ, ഏരിയ എ വെലോസിറ്റി നമ്മൾ സി ആണ് ഉപയോഗിക്കുക. റിലേഷൻ യൂസിങ് 1D അപ്രോക്സിമേഷൻ. അപ്പോൾ എന്താ സംഭവം? ഡിറൈവ് ദാറ്റ് റിലേഷൻ. ആ റിലേഷൻ ഈ റിലേഷൻ ഡിറൈവ് ചെയ്യണം. ഏത് റിലേഷൻ? വിച്ച് റിലേഷൻ? യെസ്, വിച്ച് റിലേഷൻ. ഈ റിലേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. DA/A = dP പ്രഷർ ബൈ റോ സി സ്ക്വയർ, ഡെൻസിറ്റി റോ സി സ്ക്വയർ, വെലോസിറ്റി ഉണ്ടാവും. ഇവിടെ സി ഉണ്ട്. ഇനി 1 - cm മാക് നമ്പർ = C/A. അപ്പോൾ വെലോസിറ്റി ആയിട്ട് ഇവിടെ ബന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയും വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം ഉള്ള ഈ റിലേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറയുന്നത്. ഡിറൈവ് ദി റിലേഷൻ ഫോർ മാക് നമ്പർ വേരിയേഷൻ വിത്ത് ഏരിയ എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ്. 6 മാർക്കിന് പൊതുവെ ചോദിക്കാറ്. മാക് നമ്പർ വേരിയേഷൻ വിത്ത് ഏരിയ എന്ന് പറഞ്ഞാലും ഉണ്ടോ, മാക് നമ്പർ, ഇതാണ് മാക് നമ്പർ. വേരിയേഷൻ വിത്ത് ഏരിയ, എയും മാക് നമ്പർ തമ്മിലുള്ള ബന്ധം, വേരിയേഷൻ എങ്ങനെയാണ്. അല്ലെങ്കിൽ ചോദിക്കുന്നത് ഏരിയ വെലോസിറ്റി റിലേഷൻ യൂസിങ് 1D അപ്രോക്സിമേഷൻ ആണ് എൻ്റെ ടൈറ്റിൽ വരുന്നത്. സിമ്പിളാണ് സംഭവം. നമ്മുടെ എയിം എന്താണ്? DA/A = dP/ρ c² × 1 - m². സ്റ്റാൻഷൻ എന്തൽപി സിമ്പിൾ എന്താണ്? സ്റ്റാൻഷൻ എന്തൽപിയുടെ സിമ്പിൾ H0. H0 = H + GZ + ½ c² നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. സ്റ്റാൻഷൻ എന്തൽപി = H + GZ + ½ c². അപ്പോൾ ഇവിടെ എന്താണ്? 1 ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ 2 ഇട്ട് കൊടുക്കാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. സ്റ്റേറ്റ് 1ലാണെങ്കിൽ H1 + GZ1 + ½ C1² അങ്ങനെ വരും. ഇനി ഇതാണ് ശരിക്കുള്ള ഇക്വേഷൻ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ GZ എന്ന് പറയുന്നത് എനർജി ഇക്വേഷൻ നിന്ന് വരുന്ന സംഭവമാണ്. ബെർണോളിസ് ഇക്വേഷനൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ GZ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഹെഡ്. അപ്പോൾ ഒരേ ലെവലിൽ ഒരേ ലെവലിലാണെങ്കിൽ എന്താണ്? GZ1 GZ2 സെയിം ആയിരിക്കും. മാത്രമല്ല ഇതിൻ്റെ വാല്യൂ ചെറുതായിരിക്കും കമ്പയർഡ് ടു അതേഴ്സ്. അപ്പോൾ GZ ഈസ് ജനറലി സ്മോൾ കമ്പയർഡ് ടു അതർ ടേംസ്. മറ്റു ടേമാണ് കമ്പയർ ചെയ്യുമ്പോൾ GZൻ്റെ വാല്യൂ ചെറിയ വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ 0 അപ്രോക്സിമേറ്റ് ചെയ്യാം. അത് ആഡ് ചെയ്തില്ലെങ്കിലും വലിയ വ്യത്യാസം വരാൻ മുകളിൽ ഇക്വേഷനിൽ. ഓക്കെ, അപ്പോൾ H0 = H + ½ c² എന്ന് കിട്ടി. സ്റ്റാൻഷൻ എന്തൽപി H0 = H + ½ c². ഫോർ ആൻ അഡയാബാറ്റിക് എനർജി ട്രാൻസ്ഫർമേഷൻ പ്രോസസ്, അഡയാബാറ്റിക് ആയിരിക്കുമ്പോൾ ദൂരം H0 റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അഡയാബാറ്റിക് എനർജി ട്രാൻസ്ഫർമേഷനിൽ H0 മാറില്ല. അഡയാബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് വരികയോ പോവുകയോ ചെയ്യില്ല, സിസ്റ്റത്തിനുള്ളിലേക്ക് വരികയോ പോവുകയോ ചെയ്യില്ല. അപ്പോൾ നോസിലൊക്കെ ആണെങ്കിൽ ഷേപ്പ് കണ്ടില്ലേ, ഇതിനകത്തേക്ക് ഇത് ഇൻസുലേറ്റഡ് ആയിരിക്കും. ഇവിടെ അഡയാബാറ്റിക് അത് ഹീറ്റിന് ഉള്ളിലേക്ക് വരാൻ പറ്റില്ല, കാരണം ഇൻസുലേറ്റ് ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ ഹീറ്റിന് വരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഫോർ അഡയാബാറ്റിക് എനർജി ട്രാൻസ്ഫർമേഷൻ പ്രോസസ് H0 റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ H0 ഇത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വരും? ഈ H0 = H + ½ c² എന്നുള്ളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ H0 നമ്മൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എന്ത് വരും? അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 വരും. ഒരു കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആണ് കിട്ടുക. പിന്നെ H ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വരും DH. പിന്നെ ½ c², ഹാഫ് കോൺസ്റ്റൻ്റ് ആണ് അവിടെ എഴുതുക. c² ഡെറിവേറ്റീവ് 2c dc അല്ലേ, 2c dc. ഈ 2 വെട്ടിപ്പോവും. അവസാനം എന്താവും? 0 = DH + CdC എന്ന് കിട്ടും. ഇനി തിരിച്ചെഴുതാം, അപ്പുറത്തേക്ക് എഴുതാം. 0 അപ്പുറത്തേക്ക് പോട്ടെ. DH + CdC = 0. ഇനി അവിടെ നിൽക്കട്ടെ, ഒരു കാര്യം പറയാനുണ്ട്. H = U + PV നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. എന്തൽപി = U + PV. U + PV ഒരുമിച്ച് എഴുതുന്നതാണ് എന്തൽപി. തെർമോഡൈനാമിക്സിൽ ഇടയ്ക്കിടയ്ക്ക് U + PV ഒരുമിച്ച് വരും. അപ്പോൾ അതിന് ഗ്രൂപ്പ് ചെയ്ത് പറയുന്ന പേരാണ് എന്തൽപി. ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? H ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ DH വരും. Uവിന് എന്ത് വരും? DU എന്ന് വരും. PV 2 ഉണ്ട്. അപ്പോൾ എന്താണ്? U × V ഫോർമാറ്റിലുള്ള ഡെറിവേറ്റീവിൽ d/dx of UV = U × dV/dx + V × du/dx എന്ന് പറയില്ല ആ സംഭവം. അപ്പോൾ എന്ത് വരിക? PVന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ PdV + VdB എന്ന് വരും. ഇനി ഈ DU + PdV എന്ന് പറയുന്ന സാധനം തെർമോഡൈനാമിക്സ് പഠിച്ചവർക്ക് അറിയാം എന്താണ്. അത് DQ ആണ്, ഹീറ്റ് ഫ്ലോ. അപ്പോൾ എന്ത് പറയാം? നമുക്ക് പകരം DU + PdVക്ക് പകരം DQ എന്ന് കൊടുക്കാം. അപ്പോൾ DH = DQ + VdP എന്ന് കിട്ടി.
ഫോർ അഡിയാബാറ്റിക് പ്രോസസ്സിൽ DQ0 നമുക്കറിയാം, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. അപ്പോൾ എന്ത് വരും? ഈ DQ0 അങ്ങനെയാണ് 0 വന്നത്. അപ്പോൾ DH=VdP എന്നുള്ള സാധനം കിട്ടണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാ ആവശ്യമുണ്ട് നമുക്ക്. DH=VdP. ഈ V എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അറിയാം ഓൾറെഡി, 1/ρ അല്ലേ, മാസ് ബൈ വോളിയം ടു ഡെൻസിറ്റി. അപ്പോൾ യൂണിറ്റ് മാസ് ആണെങ്കിലോ, ഇത് സ്പെസിഫിക് വോളിയം ആണ് ഓൾറെഡി. സ്പെസിഫിക് വോളിയം ആകുമ്പോൾ എന്ത് വരും? ക്യാപിറ്റൽ V ആണെങ്കിലാണ് മാസ് ബൈ വോളിയം റോ. സ്പെസിഫിക് വോളിയം വരുമ്പോൾ എന്ത് വരും? 1/V = ρ. അപ്പോൾ V = 1/ρ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? DH=dP/ρ. DH=dP/ρ. അപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടിക്കിടക്കുന്നുണ്ട് എന്ത്? DH + CDC=0 എന്ന് ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ DHൻ്റെ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക? dP/ρ കൊടുത്തു. dP/ρ + CDC=0, dP + ρ CDC=0. ഇനി എന്താ ചെയ്യേണ്ടത്? dP അപ്പുറത്തോട്ട് കൊണ്ടുപോവുക, ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക, -ρ CDC. ഇതെന്താ ചെയ്തത്? DC-നെ ഇവിടെ നിർത്തി ബാക്കി ഈ കാണുന്ന -ρ C എന്നുള്ളതിനെ ഇതിൻ്റെ താഴത്തേക്ക് കൊണ്ടുവന്നു, DPയുടെ അടിയിലേക്ക് കൊണ്ടുവന്നു. അതാണ് DC - dP/ρ C. മൂവിങ് ടു കണ്ടിന്യൂ ഇക്വേഷൻ. കണ്ടിന്യൂ ഇക്വേഷൻ കഴിഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷനാണ് പറയുന്നത്. മാസ് ഫ്ലോ റേറ്റ് m⋅ = ρ × A × C, ഡെൻസിറ്റി, ഏരിയ, വെലോസിറ്റി. മാസ് ഫ്ലോ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. മാസ് ക്യാൻ ബി നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് എന്നല്ല പറയാം. അപ്പോൾ മാസ് ഫ്ലോ റേറ്റിന് മാറ്റം വരില്ല, മാസ് ഇല്ലാണ്ടാവുന്നില്ല എവിടേക്ക്. അപ്പോൾ റോ × A × C is a constant. രണ്ട് സൈഡിൽ ലോഗ് എടുക്കുക. അപ്പോൾ എന്ത് വരും? ഇതെന്താണ്? 3 ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തൊരു ടേക്കിംഗ് അതിന് ലോഗ് എടുക്കുക. ലോഗ് എടുക്കുമ്പോൾ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുന്നത് ലോഗ് അറിയാവുന്ന കാര്യമാണ്. ലോഗ് A × Bയുടെ ലോഗ് എടുത്താൽ എന്ത് വരും? ലോഗ് A + ലോഗ് P. മാത്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് പ്രകാരം എന്താവും? ഇതിൻ്റെ മൊത്തത്തിൽ ലോഗ് എടുക്കുമ്പോൾ എന്ത് വരും? അത് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് വേണമെങ്കിൽ ഏതായിരുന്നു? ലോഗ് A ρ AC = ലോഗ് കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ ഇടയിൽ എഴുതിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഈ ലോഗ് ρ AC ആണെന്ത്? ലോഗ് ρ + ലോഗ് A + ലോഗ് C ലോഗ് കോൺസ്റ്റൻറ്റ്. ഈ ലോഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വേറൊരു സംഖ്യ കിട്ടും വീണ്ടും. അതിന് കോൺസ്റ്റൻറ്റ് 2 നമുക്ക് വിളിക്കാം. അപ്പോൾ ലോഗ് ρ + ലോഗ് A + ലോഗ് C = എ കോൺസ്റ്റൻറ്റ്, അനദർ കോൺസ്റ്റൻറ്റ് 2. ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ln x-ന് ഡെറിവേറ്റീവ് എടുക്കുക അറിയോ? d/dx of ln x. ലോഗ് x-ന് ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? 1/x എന്ന് കിട്ടും. ആ പറഞ്ഞ പോലെ ഇതെന്ത് വരും? 1/x × dx കൂടി ഉണ്ട് കേട്ടോ. d/dx വരുമ്പോൾ വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ വേണം. d/dx log x 1/x ആണ്. അപ്പോൾ ഇതൊരു d of log x = എന്തൊരു? ഈ dx അപ്പുറത്തോട്ട് വരും, 1/x dx. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എന്ന് പറയുമ്പോൾ എന്ത് വരും? റോ എന്ത് വരും? d/ρ എന്ന് വരും. അതായത് 1/ρ d/ρ. 1/x dx എഴുതിയതിന് പകരം 1/ρ d/ρ എന്ന് വരും. അതായത് d of ഡെറിവേറ്റീവ് ഓഫ് log ρ = 1/ρ × d/ρ. അല്ലെങ്കിൽ എന്ത് വരും? എങ്ങനെ വേണമെങ്കിൽ പറയാം, d/d/ρ ഓഫ് ln ρ = 1/ρ എന്ന് നമ്മളൊക്കെ എഴുതാം. ഇത് പ്രകാരം d/dx of log x = 1/x ഇങ്ങനെ പോലെ. എന്നിട്ട് d of log ρ = എന്ത് വരും? 1/ρ d/ρ. d of log ρ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ d/ρ + da/a + dc/c = 0. ഇനി റീഅറേഞ്ച്. എന്താണ് നമ്മൾ ചെയ്തത്? dc/ca റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നെഗറ്റീവ് വന്നു. അടുത്തത് എന്താണ് ചെയ്തത്? ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു LHS-ൽ. എന്താണ് ചെയ്തത്? RHS-ൽ ഡിനോമിനേറ്ററിലുള്ള CA ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് LHS-ലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഉണ്ടായിരുന്ന CA LHS-ലേക്ക് കൊണ്ടുവന്നു. ഇനി സ്വാപ്പ് LHS ആൻഡ് RHS. നേരത്തെ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ഇതാണ് ലാസ്റ്റ് കിട്ടിയത്. ഇതിൽ LHS-ലാണ് ഈ വലിയ ടേം ഉള്ളത്. അതിന് പകരം അതിനെ RHS-ലേക്ക്
ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ സ്വാപ്പ് ചെയ്തു. വി ഹാവ് ഡി സി ഈക്വൽ ടു മൈനസ് ഡി പി ബൈ റോ സി. എങ്ങനെ കിട്ടി? ഓൾറെഡി മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ആ ഡെറിവേഷൻ. ഡി എച്ച് പ്ലസ് സി ഡി സി ഈക്വൽ ടു 0 എന്ന് തുടങ്ങി അവസാനം ഡി സി ഈക്വൽ ടു മൈനസ് ഡി പി ബൈ റോ സി എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നൗ മൂവിങ് ടു കണ്ടിന്യൂഗേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാസ് ഫ്ലോ റേറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. ഇങ്ങനെ കണ്ടില്ലേ, ഓർമ്മയില്ലേ? അങ്ങനെ കിട്ടിയ ഡി സി ഈക്വൽ ടു മൈനസ് ഡി പി ബൈ റോ സി എന്തൽപിയുടെ ബേസിൽ നിന്ന് കിട്ടിയതാണ്. ആ ഡി സി ഈക്വൽ ടു മൈനസ് ഡി പി ബൈ റോ സിയെ നമ്മൾ ഉപയോഗിക്കുന്നു. എന്തിനായിരിക്കും? ഇതിനെ, ഈ കാണുന്ന വാല്യൂവിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ ഡി സി ഇൻ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എവിടെയാണ്? ഇവിടെ. അപ്പോൾ എന്ത് വരും? മൈനസ് ഡി പി ബൈ റോ സി ഈക്വൽ ടു ആർ എച്ച് എസ് സെയിം തന്നെയാണ്. എന്താണ് വ്യത്യാസം? ഇവിടെ ഉണ്ടായിരുന്ന സി എ എൽ എച്ച് എസിലേക്ക്, ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇതെന്താണ് വ്യത്യാസം? ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു. ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു. എന്താണ് വ്യത്യാസം? ആർ എച്ച് എസിലുള്ള ഡി റോ ബൈ റോയിനെ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ സൈൻ നെഗറ്റീവ് ആകും. എന്താണ് ചെയ്തത്? എൽ എച്ച് എസ് ആർ എച്ച് എസ് സ്വാപ്പ് ചെയ്തു. ഡി എ ബൈ എ റൈറ്റ് ഹാൻഡ് സൈഡിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് എൽ എച്ച് എസിലേക്ക് വന്നു. ഈ സ്റ്റെപ്പ് എന്താണ്? ഡി പി ബൈ റോ സി സ്ക്വയറിനെ ടേക്കൺ ഔട്ട് സൈഡ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 വരും, മൈനസ് ഡി റോ ബൈ ഡി പി ബൈ റോ സി സ്ക്വയർ എന്ന് വരും. ഇതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യലായിരിക്കും അടുത്ത സ്റ്റെപ്പ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ ബൈ ബി ബൈ സി ബൈ ഡി ഈക്വൽ ടു തിരിച്ച് എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി. ആ ഫോർമാറ്റിൽ എഴുതുമ്പോൾ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരും. അടിയിലുള്ള ഫ്രാക്ഷൻ തിരിഞ്ഞ് മുകളിലോട്ട് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. റോ ക്യാൻസലായി പോകും. ഡി റോ ബൈ ഡി പി വരുമായിരിക്കും. യെസ്, കറക്റ്റ്. ഡി റോ ബൈ ഡി പി, ഡി റോ ബൈ ഡി പി എന്ന് വന്നു. റോ ക്യാൻസലായി, സി സ്ക്വയർ. വി നോ ദാറ്റ് എ വെലോസിറ്റി ഓഫ് സൗണ്ട് എ ഈക്വൽ ടു റൂട്ട് ഓഫ് ഡോ പി ബൈ ഡോ റോ ഐസെൻട്രോപിക് പ്രോസസ്. അപ്പോൾ എ സ്ക്വയർ എന്ത് വരും? ഡോ പി ബൈ ഡോ റോ ഐസെൻട്രോപിക് പ്രോസസ് ഈക്വൽ ടു എന്ത് വരും? എ സ്ക്വയർ ഡി പി ബൈ ഡി റോ. അപ്പോൾ എ സ്ക്വയർ ആണ് ഡി പി ബൈ ഡി റോ. പക്ഷേ നമുക്കുള്ളത് ഡി റോ ബൈ ഡി പി ആണ്. അപ്പോൾ എന്തായിരിക്കും? 1 ബൈ എ സ്ക്വയർ ആയിരിക്കും. ഡി പി ബൈ ഡി റോ ഈക്വൽ ടു എ സ്ക്വയർ എന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡി എ ബൈ എ ഈക്വൽ ടു ഡി പി ബൈ റോ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഡി റോ ബൈ ഡി പി സി സ്ക്വയർ. വി ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഡി എ ബൈ എ ഈക്വൽ ടു ഡി പി ബൈ റോ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സി സ്ക്വയർ ബൈ എ സ്ക്വയർ. ഈ സി ബൈ എ എന്താണ്? ക്യാപിറ്റൽ എം, മാക് നമ്പറാണ്. ഇനി ഷേപ്പ് ഓഫ് പാസേജ് ഡിപ്പെൻഡ്സ് ഓൺ ലോക്കൽ മാക് നമ്പർ ഓർ ലോക്കൽ വെലോസിറ്റി. പാസേജിൻ്റെ ഷേപ്പ് ഏതൊക്കെയാണ് ഉള്ളത്? നോസിലിൻ്റെ ഷേപ്പ് അറിയാമല്ലോ. പിന്നെ ഡിഫ്യൂസർ, പിന്നെ ഡക്റ്റ്. ഡിപ്പെൻഡ്സ് ഓൺ ഹൗ, എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നോസിലിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിഫ്യൂസറിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് മാക് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നോക്കാം. അതിൻ്റെ റിലേഷൻ ഇതാണ്. ആ റിലേഷൻ ഡി എ ബൈ എ ഈക്വൽ ടു ഡി പി ബൈ റോ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ. ഈ റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോസിൽ, ഡിഫ്യൂസർ എന്നിവയുടെ ഷേപ്പ് കണ്ടുപിടിക്കുന്നത്. We will discuss this in the next class named Expansion in Nozzles. Thank you.